ഹായ് മക്കളെ. അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് കൺട്രോൾ സിസ്റ്റം അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറിയിലുള്ള സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ആണ്. അപ്പൊ മേ ബി നിങ്ങൾ എന്റെ ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിന്റെ കുറെ വീഡിയോസ് കിട്ടുമായിരിക്കും. ഒരു 3 years മുന്നേ ഉള്ള ഞാൻ മുടിയൊക്കെ ബോബ് ചെയ്തിച്ച് ക്ലാസ് എടുത്തിട്ടില്ല ഞാൻ. അപ്പോ അതധികം വ്യൂസ് ഒന്നും കയറിയിട്ടില്ല. സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റോ സെക്കൻഡോ വീഡിയോ ഒക്കെയാണത്. സോ ഇപ്പോ ഞാൻ എന്തായാലും സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ഈ സിലബസ് വെച്ചിട്ടുള്ള, അതായത് S7 അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറി സിലബസ് വെച്ചിട്ടുള്ള കുറെ വീഡിയോസ് ചെയ്യാൻ നോക്കാം. അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ് മോഡൽ ആണ്. പക്ഷെ ഞാൻ തിയറി അല്ല ആദ്യമേ തന്നെ ചെയ്യുന്നത്, തിയറി ഉടനെ ചെയ്യാം. ഇതിപ്പോ ഒരു ന്യൂമറിക്കൽ എസ്സേ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ആദ്യമേ തന്നെ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഈ തിയറി വോട്ട് സ്റ്റേറ്റ് മോഡൽ സ്റ്റേറ്റ് വേരിയബിൾ അതൊക്കെ ഉള്ളത് പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ചെയ്യാം, നല്ല വീഡിയോ തന്നെ എടുക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നോക്കിക്കോ, എസ്സേക്ക് വേണ്ടിയിട്ട് ചിലർക്ക് സീരീസ് ആവാറായി എന്നൊക്കെ പറയുന്നുണ്ട് പ്രൈവറ്റ് കോളേജുകളിൽ. അപ്പൊ ഓഗസ്റ്റിലെ സീരീസ് ആണ്, സീരീസ് എക്സാം ആണ് മിസ് എന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ്. ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റൻ എഴുതിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഓൾറെഡി. കൺസ്ട്രക്ട് ദ സ്റ്റേറ്റ് മോഡൽ ഓഫ് ദ മെക്കാനിക്കൽ സിസ്റ്റം. ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മോഡൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇത്രയും ചിന്തിച്ചാൽ മതി. സ്റ്റേറ്റ് മോഡൽ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇതാണ് സ്റ്റേറ്റ് വേരിയബിൾ x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് x4 ഡോട്ട് ഇത് നമ്മൾ മേക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു മെട്രിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് കിട്ടുന്ന കണ്ടന്റ്സും. ഇത് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി y1 y2 y3 y4 അതാണ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് x4 ഡോട്ട് ആണ് ഞാനിപ്പോ ആൻസറിൽ എഴുതിയിട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്കുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് y1 ഉം y2 ആണ്. ഈ y1ൽ നിന്നും y2വിൽ നിന്നും ഒരു മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ സ്റ്റേറ്റ് മോഡൽസ് ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഈ ഒരു ഫിഗറിൽ ഫസ്റ്റ് നിങ്ങൾ എടുക്കാനുള്ളത് ഫ്രീ ബോഡി ഡയഗ്രാം. സാധാരണ കൺട്രോൾ സിസ്റ്റത്തിലെ ഫസ്റ്റ് മോഡൽ ലീനിയർ കൺട്രോൾ സിസ്റ്റം, ഈസിക്കാർക്ക് ആവുമ്പോഴത്തേന് കൺട്രോൾ സിസ്റ്റം, അതിനകത്തെ ഫസ്റ്റ് മൊഡ്യൂൾ ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ എങ്ങനെയാണോ ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്, ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരെ വേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദി മെയിൻ മാസ് കമ്പണൻസ് ഇല്ലേ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരെ ഇവിടെയും നിങ്ങൾ സെയിം അങ്ങനെ തന്നെ എഴുതുക. അപ്പൊ അതുവരെ ഞാൻ പെട്ടെന്ന് എഴുതാം. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M1ന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് നിങ്ങൾ നോക്കിക്കോ. M1ൽ എന്തൊക്കെയുണ്ട്? അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F(t) ഉണ്ട് അല്ലെ, F(t) ഉണ്ട്. പിന്നെ ഇത് M1 ആണ്. അപ്പോ ഒപ്പോസിഷൻ ഫോഴ്സ് FM1 ഉണ്ട്. then FB1 ഉണ്ട്, FB1 ഉണ്ട്, then FK1 ഉണ്ട്. ടോട്ടൽ 1 2 3 4. ഓക്കെ, 4 കമ്പണൻസ് ഉണ്ട്. ഹാവിംഗ് ദ ഡിസ്പ്ലേസ്മെന്റ് y1 ഉണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഫ്രിക്ഷണൽ ഫോഴ്സ് EFM1 which is directly proportional to എന്താണ്? എന്തിനോടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? ആക്സിലറേഷനിലോട്. ബിക്കോസ് മാസ് കമ്പണന്റ് ആണ്, അത് ആക്സിലറേഷനോട് പ്രൊപ്പോർഷണൽ. അപ്പൊ M1 into d square y1 by dt square എന്ന് നമുക്ക് കിട്ടും അല്ലെ. d square y1 by dt square എന്ന് കിട്ടും. FB1 എന്ന് പറയുന്നത്, B1 is connected in between the two mass components M1 and M2 ആണ്. സോ നമുക്ക് കിട്ടുന്നത് B1 into d by dt of ഏതാ എടുക്കുന്നത്? കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഫസ്റ്റ് മാസ് കമ്പണന്റ് ആണ്. സോ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് y1 മൈനസ് y2 എന്ന് കിട്ടും. ഡാഷ്ബോർഡ് കമ്പണന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡാഷ്ബോർഡ് കമ്പണന്റിന്റെ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി. അതുകൊണ്ടാണ് ഞാൻ d by dt of y1 and y2 എന്ന് എടുത്തിട്ടുള്ളത്. മാസ് ആവുമ്പോഴാണ് ആക്സിലറേഷനോട് പ്രൊപ്പോർഷണൽ. ദെൻ സ്പ്രിംഗ് കമ്പണന്റ് ആകുമ്പോൾ Fk1 which is directly proportional to എന്തിനോടാണ്? വെറുതെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ y1 മൈനസ് y2 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷൻ ഫോർമാറ്റിലോട്ട് മാറ്റുമ്പോൾ F(t) is equal to FM1 plus FB1 plus FK1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. M1 into d square y1 by dt square plus B1 into d by dt of y1 minus y2 plus K1 into y1 minus y2 എന്ന് കിട്ടും. ക്ലിയർ?
y1 മൈനസ് y2. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി ഇവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു ഡി സ്ക്വയർ y1 ബൈ ഡി ടി സ്ക്വയർ പ്ലസ് b1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് y1 minus b1 into d by dt of y2 plus k1 y1 minus k1 y2. This is equation number 2. ഇത്രയും വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത്രയും വരെ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ദ സെയിം നിങ്ങൾ എന്തു എഴുതണം? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M2 മാസ് കമ്പണന്റ് M2 എഴുതണം. ഞാൻ അതും ഇപ്പൊ എഴുതി കാണിക്കാം. നോക്കിക്കോ, എന്തൊക്കെയാ ഉള്ളത് നോക്കുക. M2ന്റെ ഡിസ്പ്ലേസ്മെന്റ് y2 ആണ്, K2 B2 ഉണ്ട്, K1 B1 ഉണ്ട്. അപ്പൊ അവിടെ ആദ്യം തന്നെ ഫ്രീ ബോഡി നമ്മൾ ഇങ്ങനെ M2 വരച്ചു. അപ്ലൈഡ് ഫോഴ്സ് ഇല്ല. അപ്പോ FM2 ഓൾറെഡി ഫസ്റ്റ് കമ്പണന്റ്, ദെൻ FB2, FK2, പിന്നെ FK1 ആൻഡ് FB1 അല്ലെ? FB1 ഇത്രയും എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇക്വേഷൻ എന്തെഴുതണം? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ സിസ്റ്റം എഴുതുമ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടോ? ഇല്ല. സോ 0 is equal to FM2 plus FB2 plus FK2 plus FK1 plus FB1. ഇവിടെ നോക്കിക്കോ, ഞാൻ ഇങ്ങോട്ട് ഇക്വേഷൻസ് എഴുതാം. FB2 എന്ന് പറയുമ്പോഴത്തേനും ഇതിന്റെയാണ് ഇങ്ങോട്ട് എഴുതുന്നത്. FB2 എന്ന് പറയുന്ന സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് മക്കളെ. FB2 is equal to B2 into dy2 by dt എന്ന് കിട്ടും. ബിക്കോസ് അത് എന്തുകൊണ്ടാ? റെഫറൻസ് പോയിന്റിലേക്കാണ് കണക്ട് ചെയ്തിരുന്നത് അല്ലെ? ആൻഡ് FK2 എന്ന് പറയുമ്പോൾ K2 y2, സിംപ്ലി K2 y2. ആൻഡ് ഇൻ ദ കേസ് ഓഫ് FK1 ഉം FB1 ഉം പറയുമ്പോൾ FK1 is equal to K1 into ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത സെക്കൻഡ് ബോഡിയിലുള്ളതാണ്. സോ y2 മൈനസ് y1 എന്ന ഡിസ്പ്ലേസ്മെന്റ് എടുക്കണം. സെക്കൻഡ് ഡാഷ്പോർട്ടിന്റെ അല്ലെങ്കിൽ സെക്കൻഡ് മാസ് കമ്പണന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് y2 ആണ്, അതിന്റെയാണ് K2. സോ ഇനി കമ്പയർ ചെയ്യുമ്പോൾ K1 ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ K1 into y2 മൈനസ് y1 ആൻഡ് FB1 പറയുമ്പോൾ B1 into d by dt of y2 മൈനസ് y1 എടുക്കാം. ഇനി ഇതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0 is equal to m2 into d square y2 by dt square plus b2 into d by dt of y2 plus k2 y2 plus k1 into y2 minus y1 plus b1 into d by dt of y2 minus y1 എന്ന് കിട്ടും. കിട്ടിയോടാ? ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? ഇനി ഇതിനെ അഗൈൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സ്പ്ലിറ്റ് ആയിട്ട് ആകെ 2 ഇക്വേഷൻ നമുക്ക് മതി, ബാക്കിയെല്ലാം വായിക്കാം. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മാത്രം മതി നമുക്ക് സ്റ്റേറ്റ് ഡയഗ്രാം, സ്റ്റേറ്റ് മോഡൽ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട്. നോക്കിക്കോ, ലാസ്റ്റ് 0 ഉള്ള ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിരുന്നു. ആൻഡ് ദിസ് ബി ദ ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് ആവശ്യമുള്ളത് ആകെ 2 ഇക്വേഷൻസ് ആണ്. ഏതൊക്കെ? ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 4. അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ 2 മാസ് കമ്പണൻസ് മാത്രം മതി സ്റ്റേറ്റ് മോഡൽ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം റൈസ് ചെയ്തിട്ട് ആ 2 ഇക്വേഷൻസ് മാത്രം ഇപ്പൊ എഴുതാട്ടോ. ഞാനിപ്പോ തേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് നമ്മുടെ ഫസ്റ്റ് മാസ് കമ്പണന്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്ന് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രം എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഫസ്റ്റ് എങ്ങനെ സ്റ്റേറ്റ് മോഡൽ അസൈൻ ചെയ്യാമെന്ന് പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 ഡിസ്പ്ലേസ്മെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്, y1 ഉം y2. അതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റിനെ വെലോസിറ്റി ആക്സിലറേഷൻ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? സോ ഇപ്പൊ ഞാൻ സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യാൻ ഫസ്റ്റ് x1 is equal to y1 എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് x2 is equal to ഞാൻ y2 എന്ന് കൊടുത്തു. x1 ഉം അപ്പൊ y1 ഉം y2 എന്നുള്ളത് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓർഡർ നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? dy1 by dt ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ അതിന് x3 എന്നും പറഞ്ഞിട്ട് dy1 by dt എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി x4ന് നമുക്ക് എന്ത് കൊടുക്കാം? dy2 by dt എന്ന് കൊടുക്കാം. ഓക്കെ, പക്ഷെ ഇതെല്ലാം x1, x2, x3, x4 ആണ്. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് x1 ഡോട്ട്, x2 ഡോട്ട്, x3 ഡോട്ട്, x4 ഡോട്ട് ആണ്. ഡോട്ട് വരണം. ഇവിടെ ഡോട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഇനി ഡോട്ട് വരുന്നത് എങ്ങനാ?
ഇവിടെ ഇപ്പൊ അസൈൻ ചെയ്തതിൽ നിന്ന് എല്ലാ ഇക്വേഷൻസിനും ഇവിടെയുള്ള എല്ലാ ടേംസിനും നമുക്ക് എക്സ് വേരിയബിൾസ് ആയിട്ടുണ്ടോ? ഇല്ല. എന്തിനായിട്ടില്ല? ഈ d²y1/dt² നമ്മൾ ഇവിടെ ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. അതിന് നമ്മൾ എങ്ങനെ അസൈൻ ചെയ്യും? ഇപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യും x5 എന്ന് പറഞ്ഞിട്ട് d²y1/dt² കൊടുത്താൽ പോരെ മിസ്സേന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? x3 എന്ന് പറയുന്നത് dy1/dt എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, ഇതിന്റെ നെക്സ്റ്റ് dy/dt സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് d²y1/dt² എന്ന് വരിക അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് d²y1/dt² എടുക്കുമ്പോ എന്ത് കിട്ടണം? അടുത്ത x3യുടെ നെക്സ്റ്റ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് x3 ഡോട്ട് കിട്ടണം. ക്ലിയർ ആയോ? dy1/dt എന്ന് പറയുന്നത് x3 ആയിരുന്നു. ആ dy1/dt സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് d²y1/dt² അല്ലേ. അങ്ങനെ എടുക്കുമ്പോ d²y1/dt² എടുക്കുമ്പോ x3യുടെ ഒബ്വിയസ്ലി ഇറ്റ് ഷുഡ് ബി ദ ഡെറിവേറ്റീവ് ഓഫ് x3 ദാറ്റ് ഈസ് x3 ഡോട്ട് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തായിരിക്കും? d²y2/dt² ആയിരിക്കും നമ്മുടെ x4 ഡോട്ട് എന്ന് കിട്ടുന്നത്. പക്ഷെ ഇതിപ്പോ നമുക്ക് ആവശ്യമില്ല, ബിക്കോസ് ഫസ്റ്റ് ഇക്വേഷനിൽ d²y1/dt² വരെ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. അസൈൻ ചെയ്ത് കഴിഞ്ഞതിൽ നിന്ന് ഇനി ഞാൻ ഹൊറിസോണ്ടലി എഴുതിയിട്ട് ഇക്വേഷൻ ചേഞ്ച് കാണിക്കാം. എഴുതിയെടുക്കണേ, ഇതെല്ലാം മനസ്സിലാക്കി എഴുതണേ. നോക്കിക്കോ. ഇനി ഇവിടെ നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ യു എന്ന് കൊടുക്കണം. ഓക്കെ, സ്റ്റേറ്റ് മോഡൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ യു ആകും. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഇത് ഇക്വേഷൻ ടെൻസ് ടു ഇക്വേഷൻ 3 ബിക്കംസ് എന്തായി മാറും? എഫ് ഓഫ് ടിക്ക് എന്ത് കൊടുക്കണമെന്ന് മിസ് പറഞ്ഞു? യു കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ. u is equal to m1 into d²y1/dt² എന്താ കൊടുക്കാനുള്ളത്? d²y1/dt² x3 ഡോട്ട് കൊടുക്കണം. x3 ഡോട്ട് കൊടുത്തു. b1 into dy1/dt എന്താ കൊടുക്കാനുള്ളത്? x3 എന്ന് കൊടുക്കണം. dy1/dt x3 എന്ന് കൊടുത്തു. മൈനസ് b1 to dy2/dt എന്താ കൊടുക്കാനുള്ളത്? x4 കൊടുക്കാം. x4 കൊടുത്തു. പ്ലസ് k1 y1ന് നമ്മൾ x1 എന്ന് കൊടുക്കും ആൻഡ് y2ന് നമ്മൾ x2 എന്ന് കൊടുക്കും. കിട്ടിയോ? ഇതിൽ നിന്ന് സ്റ്റേറ്റ് മോഡൽസ് x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് x4 ഡോട്ട് ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് x3 ഡോട്ട് തന്നെയാണ്. x3 ഡോട്ട് എടുക്കണമെങ്കിൽ ഇപ്പം ഈ ഫുൾ ഇക്വേഷൻ ചേഞ്ചസ് ടു m1 x3 ഡോട്ടിനെ ഫുൾ ഇപ്പറേ കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഞാനിപ്പോ ഇതിനെ m1 x3 ഡോട്ട് ഇസ് ഈക്വൽ ടു യു മൈനസ് സിമ്പിൾ നോക്കി ചെയ്യണേ, b1 x3 ഇതിനെ ഇപ്പറേ കൊണ്ടുപോയി, ദെൻ x4 പോകുമ്പോ പ്ലസ് ആവും, b1 x4 മൈനസ് k1 x1 പ്ലസ് k1 x2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് x3 ഡോട്ട് കണ്ടുപിടിക്കുമ്പോ ഫുൾ ഡിവൈഡഡ് ബൈ m കൊടുക്കാം. അതിന് ഐദർ നിങ്ങൾക്ക് 1/m1 എന്ന് കൊടുത്താൽ മതി, പക്ഷെ ഞാൻ എല്ലാത്തിനും ഡിവൈഡഡ് ബൈ കൊടുക്കുക. ഇവിടെ ഡോട്ടിന് ഒരു ഇക്വേഷൻ ആയി അല്ലേ, x3 ഡോട്ടിന് ഒരു ഇക്വേഷൻ ആയി. ഇതിനെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം, ബിക്കോസ് x1 x2 x3 x4 അത് കഴിഞ്ഞ് ഇൻപുട്ട് ആക്കി എഴുതണം. കാരണം മെട്രിക്സ് എഴുതാൻ ഉള്ളതാണല്ലോ, മെട്രിക്സ് ഫോമിലോട്ട് മാറ്റണ്ടേ. അതിനു വേണ്ടി x3 ഡോട്ട് ഇസ് ഈക്വൽ ടു x1 വരുന്ന ഏതാ? മൈനസ് k1 ഡിവൈഡഡ് ബൈ m1 x1 ബൈ m1 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയോ? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ആയി. ഇനി എന്ത് തന്നെ ചെയ്യണം? ഇതുപോലെ നിങ്ങൾ കൺസിഡർ ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ? നമ്പർ 4 കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 4 എടുക്കുക, എഗെയിൻ ഇതുപോലെ മാറ്റാം. ഇവിടെ ഓൾറെഡി ഞാൻ 4th ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ അവിടെ മാറ്റി എഴുതിയപ്പോഴത്തേനും d²y2/dt² എന്നുള്ളത് x4 ഡോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. സോ സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈഡ് ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 0 തന്നെയാണ്. അപ്പൊ ഈ കിടക്കുന്ന നമ്മുടെ ഇത്ര അപ്പൊ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കൊടുക്കാം. അപ്പൊ നോക്കിക്കോ, m2 into x4 ഡോട്ട് അല്ലെ, x4 ഡോട്ട് പ്ലസ് b2 into
dy2/dt എന്താ വരിക? x4 പ്ലസ് b1 ഇൻറ്റു x4 x4 ഡോട്ട് കോമൺ എടുക്കുക. അപ്പൊ m2 x4 ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് b2 x4. നോക്കിക്കോ, x4 ഡോട്ട് വരെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ x3 ഡോട്ടും ഉണ്ട്. x4 ഡോട്ടിന് നമുക്കൊരു ഇക്വേഷൻ, ഇത് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തോ. ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 6ഉം സ്പെസിഫൈ ചെയ്യുന്ന x3 ഡോട്ടും x4 ഡോട്ടും. ലൈക്ക് നമ്മുടെ സ്റ്റേറ്റ് മോഡല് x3 ഡോട്ട് x4 ഡോട്ടും കിട്ടി. ഒരു സ്റ്റേറ്റ് മോഡൽ എപ്പോഴും നമ്മൾ അസൈൻ ചെയ്യുന്ന എങ്ങനെ? x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് x4 ഡോട്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്തില്ല? x1 ഡോട്ടും ഇല്ല, x2 ഡോട്ടും ഇല്ല അല്ലെ? അപ്പൊ ഇനി നമ്മൾ അത് രണ്ടും കണ്ടുപിടിച്ചാലേ കംപ്ലീറ്റ് ഒരു സ്റ്റേറ്റ് മോഡൽ മെട്രിക്സ് ഫോമിലേക്ക് നമുക്ക് ഫോമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാനുള്ള വെച്ചാല്, ഞാനിപ്പോ ഈ ഇക്വേഷൻ 4 എന്നുള്ളത് മായ്ക്കുവാണേ, നിങ്ങൾ ചെയ്ത് നോക്കണേ. x1 ഡോട്ടും x2 ഡോട്ടും ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മൾ ഓൾറെഡി ഇത് കണ്ടോ, x1 is equal to y1 ഉം x2 is equal to y2 ആണ്. അപ്പൊ ഞാൻ ഇവിടെ x1 is equal to y1 എന്നും കൊടുത്തു, ഇവിടെ x2 is equal to y2 എന്നും കൊടുത്തു. ഇതിനെ രണ്ടിനെയും വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dx1/dt is equal to dy1/dt എന്ന് കിട്ടും. കിട്ടിയോ? dy1/dt എന്ന് കിട്ടും. ഇവിടെ നമുക്ക് dx2/dt which is equal to dy2/dt എന്ന് കിട്ടും. കിട്ടിയല്ലോ? ഇതിൽ dy1/dt നമ്മൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? x3 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം, x3 is equal to dy1/dt ആണെന്ന് എഴുതാം. ആണല്ലോ? ആൻഡ് ഇവിടെ നമുക്ക് dx2/dt എന്ന് പറയുന്ന dy2/dt നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? x4 ആണ്. അപ്പൊ ഞാൻ അതും എഴുതി, x4 is equal to dy2/dt എന്ന് എഴുതിയല്ലോ. ഇനി ഈ രണ്ട് ഇക്വേഷൻ കൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്താൽ രണ്ടിന്റെയും റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. dy1/dt dy1/dt. ഇവിടെ dy1/dt എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നോക്കിക്കോ, ഇവിടെ dy1/dt എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ളത് dx1/dt ആണ്. ആ dx1/dt എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് x3 എന്ന് കിട്ടിയില്ലേ? ഇവിടെ dx2/dt is equal to dy2/dt, ഇവിടെ dy2/dt. ഈ രണ്ട് റൈറ്റ് സൈഡും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും dx2/dt which is equal to x4 എന്ന് കിട്ടും. ആണോ? x4 എന്ന് കിട്ടും. അപ്പൊ ഈ dx1/dt എന്ന് പറഞ്ഞ മീനിങ് എന്താ? x1 ഡോട്ട് എന്നല്ലേ? x1 ഡോട്ട് എന്നാ. ദാറ്റ് ഈസ് x1 ഡോട്ട് is equal to എന്തെന്ന് കിട്ടി? x3 എന്ന് കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് x2 ഡോട്ട് എന്ന് പറയുന്ന എന്തെന്ന് കിട്ടും? x4 എന്ന് കിട്ടും. കിട്ടിയോ? ഇപ്പൊ നമുക്ക് x1 ഡോട്ടും കിട്ടി, x2 ഡോട്ടും കിട്ടി, x3 ഡോട്ടും കിട്ടി, x4 ഡോട്ടും കിട്ടി. ഇത് നിങ്ങളൊന്ന് ഓർത്തോണേ. x1 is equal to y1, x2 is equal to y2. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dx1/dt is equal to dy1/dt. ഇവിടെ dx2/dt ചെയ്യുമ്പോൾ dy2/dt. ഇതിനെ dy1/dt എന്ന് പറയുന്ന ഓൾറെഡി അസൈൻ ചെയ്തത് വെച്ചിട്ട് x3 ആണ്. ആൻഡ് ഇവിടെ അസൈൻ ചെയ്തത് dy2/dt x4 ആണ്. ദെൻ dx1/dt എന്ന് പറഞ്ഞാൽ മീനിങ് x1 ഡോട്ട് ആണ്. അപ്പൊ എല്ലാം കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ x1 ഡോട്ട് is equal to x3 എന്ന് കിട്ടും. ഇവിടെ x2 ഡോട്ട് is equal to x4. ക്ലിയർ ആണോ? ഈ രണ്ട് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതും കിട്ടും. അതിനെ രണ്ടിനെയും കൂടെ ഞാൻ എഗെയിൻ ഇക്വേറ്റ് ചെയ്തപ്പോൾ dx1/dt മീനിങ് x1 ഡോട്ടാ, dx2/dt മീനിങ് x2 ഡോട്ടാ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം അയച്ച് ഈ 4 ഇക്വേഷൻസ് മാത്രം വെച്ചിട്ട് ഞാൻ സ്റ്റേറ്റ് മോഡൽ എഴുതി കാണിക്കാൻ നോക്കിക്കോട്ടോ. ഇനി മെട്രിക്സ് എഴുതി കാണിക്കാം. സിമ്പിൾ ആയിട്ട് എഴുതാം. x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് ആൻഡ് x4 ഡോട്ട്. ഓക്കെ, ഈക്വൽ ടു m1 m2 ആദ്യത്തെ കോളത്തിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഞാൻ അങ്ങനെ എഴുതുന്നില്ല. ഇവിടെ ഫസ്റ്റ് x3 ആണല്ലോ, 0 0. കണ്ടോ? ഞാൻ സ്റ്റേറ്റ് മോഡൽ എഴുതിയേക്കുന്നുണ്ടോ? ഈ ഇക്വേഷൻ എഴുതിയിട്ട് മെട്രിക്സ് ഇങ്ങനെ എഴുതി. ഇവിടെ മാത്രം 1/m1u വന്നത് തേർഡ് x3 ഡോട്ടിൽ നമുക്ക്, അതായത് ഫസ്റ്റ് ഫ്രീ ബോഡി വരച്ചപ്പോ നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു?
അപ്ലൈഡ് ഫോഴ്സ് എഫ് ഓഫ് ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയാണ് 1/m1u അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ അവിടെയും കൊടുത്തിട്ടുണ്ട്. x1.x2.x3.x4 എല്ലാം വെച്ചിട്ട് മെട്രിക്സ് എഴുതി. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് y1 y2 എന്നുള്ള മെട്രിക്സ് എഴുതാം. അത് എഴുതുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ കിട്ടും. y1 y2 is equal, ഇത് നമ്മൾ ആദ്യം x1 is equal to y1, x2 is equal to y2 എഴുതിയില്ലേ, അത് വെച്ചിട്ട് എഴുതിയതാണ് ഇത് ലാസ്റ്റ് ഇക്വേഷൻ. ഇത്രയും ചെയ്യുമ്പോൾ സ്റ്റേറ്റ് മോഡലിന്റെ 10 മാർക്സ് ഓർ 12 മാർക്സിന്റെ എസ്സേ കംപ്ലീറ്റ് ആവും. ഇത്രയും ചെയ്താൽ മതി. ഇതിന്റെ ഇനി ന്യൂമറിക്കൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ചെയ്താൽ മതി, വേറെ ന്യൂമറിക്കലും കൂടി ചെയ്തിടാം. ഇതിപ്പോ ഞാനൊരു സിംഗിൾ ന്യൂമറിക്കലിന്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എന്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 80% വ്യൂവേഴ്സ് നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ്, ബാക്കി 20% മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുന്നത്. പ്ലീസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. ദെൻ താങ്ക് യു.